നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാനൊരുങ്ങി കേന്ദ്രം. കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പക്ഷേ നിയമം 2034 മാത്രമേ നടപ്പാക്കാനാകൂവെന്നാണ് വിവരം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് പ്രകാരം ആദ്യ വിജ്ഞാപനം 2029 തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. ബില്ല് പാസാക്കിയ ശേഷം 4 വർഷം തെരഞ്ഞെടുപ്പിന് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചു. പാലക്കാട് പനയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മരിച്ച 4 പെൺകുട്ടികളുടെയും ഖബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു. രാവിലെ 10 മണിയോടെ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത്. അടുത്തടുത്തായി തയ്യാറാക്കിയ 4 ഖബറുകളിലായാണ് പെൺകുട്ടികളെ ഖബറടക്കിയത്. വിദ്യാർത്ഥികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പനയമ്പാടത്ത് സിമന്റ് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിന് പിന്നാലെ റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ദേശീയപാതമടക്കമുള്ള പ്രധാന റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് പലപ്പോഴും കോൺട്രാക്ടർമാർ ആണെന്നും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും വിദഗ്ധർക്ക് വലിയ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തുണ്ടായ അപകടം ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി. കോഴിക്കോട് റീൽ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ചതിലും കോടതി നടുക്കം രേഖപ്പെടുത്തി. അപകടമുണ്ടാക്കിയ വാഹനത്തിന് ഇൻഷുറൻസ് പോലും ഇല്ലാത്തത് ഞെട്ടിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു. തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുൻ അറസ്റ്റിൽ. അല്ലു അർജുൻ നായകനായ പുതിയ ചിത്രം പുഷ്പ 2 ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തെ തുടർന്നാണ് അറസ്റ്റ്. ഹൈദരാബാദ് പോലീസിൻ്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് നടനെ കസ്റ്റഡിയിലെടുത്തത്. പുഷ്പ 2 പ്രീമിയർ ഷോ കാണാനെത്തിയ ദിൽഖുഷ് നഗർ സ്വദേശിനി രേവതിയാണ് തിക്കിലും തിരക്കിലുമുണ്ടായ ദുരന്തത്തിൽ മരിച്ചത്. ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും നടൻ അല്ലു അർജുൻ ഇന്നലെ ജയിൽ മോചിതനായില്ല. പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയുടെ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കലും തിരക്കലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയെങ്കിലും ഇന്നലെ ജയിൽ മോചിതനാകാനായില്ല. കേസിന് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതായിരുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് ജഡ്ജി ഒപ്പിട്ട ജാമ്യ ഉത്തരവിൻ്റെ പകർപ്പ് ഇന്നലെ രാത്രി വൈകി വരെയും ജയിലിലെത്താത്തതിനെ തുടർന്നാണ് ഇന്നലെ ജയിൽ മോചനം സാധ്യമാകില്ലെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 10 കോടതി ഉത്തരവ് വന്നതിനു ശേഷമായിരിക്കും അല്ലുവിൻ്റെ മോചനം. അതേസമയം ജയിലിന് പുറത്തു അല്ലു അർജുൻ്റെ ആരാധകർ പ്രതിഷേധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 1,132,62 രൂപ തിരിച്ചടക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. 2019 രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്ത സമയത്ത് വരെ ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിനാണ് കേന്ദ്രം തുക ആവശ്യപ്പെടുന്നത്. ഇത്രയും പെട്ടെന്ന് തുക അടക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ നൽകിയ കത്ത് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. തിരുവനന്തപുരത്ത് ഇനി സിനിമയുടെ രാപ്പകലുകൾ. ഡിസംബർ 20 വരെയാണ് ചലച്ചിത്രമേള. 15 സ്ക്രീനുകളിലായി 177 സിനിമകളാണ് ഇത്തവണ പ്രദർശിപ്പിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര നടിയും സാമൂഹിക പ്രവർത്തകയുമായ ഷബ്ന ആസ്മി മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഹോങ്കോങ് സംവിധായകൻ ആൻ ഹോയ്ക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നൽകി. സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമൊരുക്കുമെന്ന് ഉറപ്പു നൽകുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാലക്കാട് പനയമ്പാടത്ത് ഇന്ന് സംയുക്ത സുരക്ഷാ പരിശോധന. പോലീസും മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുക. അപകടശേഷം നാട്ടുകാർ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ റോഡ് ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് സംയുക്ത പരിശോധനയ്ക്ക് തീരുമാനമായത്.
പാലക്കാട് അപകടത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. അശാസ്ത്രീയമായ നിർമ്മാണത്തിന് പരിഹാരം വേണമെന്നും ദുബായ് കുന്നിലും UP സ്കൂളിനും ഇടയിൽ അപകടം തുടർക്കഥയാണെന്നും അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിച്ച് വളവിൽ പുനർനിർമ്മാണം വേണമെന്നും കത്തിൽ MP ആവശ്യപ്പെട്ടു. പാലക്കാട് പനയമ്പാടത്തുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർമാരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വഴിക്കടവ് സ്വദേശി പ്രജീഷ്, കാസർഗോഡ് സ്വദേശി മഹേന്ദ്രപ്രസാദ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. സിമന്റ് ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദിന് നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എതിരെ വന്ന ലോറി ഓടിച്ച വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെ നേരത്തെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. അപകടം തനിക്ക് പറ്റിയ പിഴവാണെന്ന് പ്രജീഷ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ വിലയിരുത്തരുതെന്ന് ഹൈക്കോടതി. വസ്ത്രധാരണത്തിന്റെ പേരിൽ കുട്ടികളുടെ കസ്റ്റഡി നിഷേധിച്ച മാവേലിക്കര കുടുംബ കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശം. വിവാഹമോചനം ആഘോഷിച്ച യുവതിയെ കുറ്റപ്പെടുത്തിയ കുടുംബ കോടതി നടപടിയെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ദിവസമായ ഡിസംബർ 31 ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ് ശിവഗിരി തീർത്ഥാടനം. നടിയെ ആക്രമിച്ച കേസിൽ നടപടിക്രമങ്ങൾ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ആവശ്യം വിചാരണ കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി. വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്ന് അതിജീവിത ഹർജിയിൽ പറയുന്നത്. വിചാരണ സംബന്ധിച്ച് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പുറത്ത് പ്രചരിക്കുന്നെന്നും വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നുമാണ് നടിയുടെ ആവശ്യം. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനു വേണ്ടി കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആധുനിക നിലവാരത്തിൽ ഒരുക്കിയ എറണാകുളം മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകിട്ട് 3 മണിക്കാണ് ചടങ്ങുകൾ. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള 1.63 ഏക്കർ സ്ഥലത്ത് 72 കോടി രൂപ ചെലവിൽ 19,990 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 4 നിലകളിലായാണ് മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ മകന് ഇരുചക്രവാഹനം ഓടിക്കാൻ നൽകിയ മാതാവിനെതിരെ കേസെടുത്ത് അയിരൂർ പോലീസ്. ഇതുകൂടാതെ കുട്ടി പ്രായപൂർത്തിയായാലും 25 വയസ്സിന് ശേഷം മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂവെന്ന് വർക്കല സബ് RT ഓഫീസ് അധികൃതർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.